ബൈബിളിൽ ഒരു ആചാരമുണ്ട്. അതനുസരിച്ച് സുഗന്ധസസ്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് സുഗന്ധമുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്നു. അത് പ്രത്യേക വസ്തുക്കളിലോ ആളുകളുടെ മേലോ ഒഴിക്കുന്നു. ഇതിനെ അഭിഷേക തൈലം എന്ന് വിളിക്കുന്നു. ഇതിന്റെ അർത്ഥം ഏദൻ തോട്ടത്തിന്റെ കഥയിൽ വേരൂന്നിയതാണ്. അവിടെ ദൈവം ഉണങ്ങിയ നിലത്തിന് വെള്ളം നൽകുകയും മനുഷ്യനെ രൂപപ്പെടുത്തുകയും ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ നിറയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ അഭിഷേകം. ഈ എണ്ണ ദ്രാവക രൂപത്തിലുള്ള ഒരു ചിഹ്നമാണ്. ജീവജലവും ദൈവത്തിന്റെ ആത്മാവും ഒരുമിച്ച് ചേർന്ന ഒന്നാണിത്. ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പാലമായി അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. മരുപ്രദേശത്തിലെ പ്രവാസഘട്ടത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ചവിട്ടുപടി അവൻ കാണുന്നു. അവൻ ഉണർന്നപ്പോൾ താൻ തല വെച്ചുറങ്ങിയ കല്ലിനെ അഭിഷേകം ചെയ്ത് ആ സ്ഥലത്തെ ദൈവത്തിന്റെ ഭവനം എന്ന് വിളിച്ചു. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു സ്ഥലം. ഇസ്രായേല്യർ മരുപ്രദേശത്ത് സമാഗമന കൂടാരമുണ്ടാക്കി. അത് പൂർത്തിയായപ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വന്ന സ്ഥലമായി അതിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ കൂടാരത്തെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇസ്രായേലിലെ പുരോഹിതന്മാരും അവരുടെ രാജാക്കന്മാരും അവരെ നേതാക്കന്മാരായി വേർതിരിക്കാനും ദൈവത്തിന്റെ സ്വർഗീയ ജ്ഞാനത്തെ ലോകത്തിലേക്ക് മധ്യസ്ഥത വഹിക്കാനും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ അവർ ദൈവത്തിന്റെ ജ്ഞാനത്തെ തള്ളിക്കളഞ്ഞു. അവർ അക്രമങ്ങളാൽ നയിക്കപ്പെട്ടു. അത് വിനാശത്തിലേക്കും പ്രവാസത്തിലേക്കും നയിച്ചു. അവരുടെ പരാജയം ആത്യന്തികമായ അഭിഷിക്തനായുള്ള പ്രത്യാശയെ ഉളവാക്കി. ഒരു അഭിഷിക്തൻ സാക്ഷാൽ എണ്ണ കൊണ്ടല്ല, മറിച്ച് വെള്ളത്താലും ആത്മാവിനാലും അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ഇത് കേവലം സ്വർഗത്തിലേക്കുള്ളൊരു പാലമല്ല, മറിച്ച് സ്വർഗം തന്നെ ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തു. ഒരു പേരിനേക്കാൾ ഉപരി ക്രിസ്തു എന്നത് ഒരു തലക്കെട്ടാണ്. അതിനർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. പുതിയ മനുഷ്യൻ, ആത്യന്തിക പുരോഹിതൻ, ഭൗമിക രാജാവ്, ദൈവത്തിന്റെ സ്വർഗീയ ജീവൻ നമ്മുടെ ലോകത്തിലേക്ക് ഒരു പുതിയ രീതിയിൽ വരുന്നു. ഒരു അതിശയകരമായ രീതിയിൽ യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം അനുയായികളിലൂടെ അവൻ തന്റെ അഭിഷേകത്തെ ലോകത്തിലേക്ക് വ്യാപിപ്പിച്ചു. ക്രൈസ്തവർ ഇത് ക്രിസ്തു എന്ന വാക്കിൽ നിന്നാണ്, അതായത് അഭിഷിക്തനെ അനുഗമിക്കുന്നവർ, ദൈവത്തിന്റെ ആത്മാവിനാൽ അടയാളപ്പെടുത്തിയ ആളുകൾ. ഇങ്ങനെ ഭൂമിയുടെ കൂടുതൽ ഭാഗങ്ങൾ സ്വർഗത്തിലെ ജീവൻ കൊണ്ട് നിറയ്ക്കാൻ കഴിയും.